ഒരു വിദ്വാനെ പരിചയപ്പെടാം അല്ലേ? വിദ്വാൻ എന്ന് പറഞ്ഞാൽ ആളൊരു വലിയ പ്രശസ്തനായ വ്യക്തിയാണ്. ഒരുപാട് റെക്കോർഡുകളൊക്കെ നേടിയ ഒരു കലാകാരനാണ്. പ്രേക്ഷകർക്ക് എന്തായാലും അറിയുന്ന ആളാണ്. പേര് പറഞ്ഞാൽ തന്നെ അറിയാവുന്ന ആളാണ്. സ്വന്തമായി നിർമ്മിച്ച ഫൈബർ മൃദംഗത്തിന് പേറ്റന്റ് നേടി പ്രശസ്ത വാദ്യവിദ്വാൻ കുഴൽമന്ദം രാമകൃഷ്ണൻ. ശ്രീ മൃദു എന്നാണ് പുതിയ വാദ്യോപകരണത്തിന് പേരിട്ടിരിക്കുന്നത്. എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന രീതിയിലാണ് അതിന്റെ രൂപകൽപ്പന. മണിക്കൂറുകൾ മൃദംഗവാദനം നടത്തി ഗിന്നസ് നെറുകയിൽ വരെ എത്തിയ കുഴൽമന്ദം രാമകൃഷ്ണൻ മറ്റൊരു വിസ്മയം കൂടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ശ്രീ മൃദു എന്ന വാദ്യോപകരണം രാമകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്തത്. ശ്രുതി വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് ശ്രീ മൃദുവിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. യാത്രയിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് സഹായകരമായ രീതിയിൽ 3 ഭാഗങ്ങളായിട്ട് ഇതിനെ വിഭജിച്ച് അതിൽ ഒരു ശ്രുതിക്ക് പകരം വേറൊരു ശ്രുതി വാദ്യം വേണമെങ്കിൽ ഞാൻ ഈ ഒരു പാർട്ടിനെടുത്ത് നമുക്ക് അതിന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒപ്പം ചേർത്തി കഴിഞ്ഞാൽ വേറൊരു ശ്രുതിയിലേക്ക് കിട്ടും. അങ്ങനെ ഈ 2 ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു ലോകത്ത് എവിടെയും ഏത് കലാപരിപാടിക്കും നമുക്ക് മൃദംഗം അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു ഗുണം ഇതിനകത്തുണ്ട്. സിന്തറ്റിക് റബ്ബറും ഫൈബറും ഉപയോഗിച്ചാണ് ശ്രീ മൃദുവിന്റെ നിർമ്മാണം. 10,000 രൂപയിൽ താഴെയാണ് നിർമ്മാണ ചെലവ്. ഇതിനോടകം നിരവധി പേരാണ് ശ്രീമൃദു സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കുഴൽമന്ദം രാമകൃഷ്ണനെ സമീപിച്ചിട്ടുള്ളത്. 24 പാലക്കാട്. സംഭവം എന്തായാലും അടിപൊളിയാണ്. സാധാരണ മൃദംഗത്തിന് ഭയങ്കര വെയിറ്റ് ആണല്ലോ. മണിക്കൂറുകൾ ഇങ്ങനെ കച്ചേരികളിൽ നൃത്ത പരിപാടികളിലൊക്കെ മൃദംഗം വായിക്കുക എന്ന് പറയുന്നത് കാലൊക്കെ പെരുക്കുന്ന ഒരു പരിപാടിയാണ്. പഠിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്, കുറച്ചു കാലം. എന്നിട്ട് പൂർത്തിയാക്കിയിട്ടില്ല, അരങ്ങേറ്റം നടന്നിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല. പിന്നീട് എന്നെ പഠിപ്പിച്ചിരുന്ന സാറ് ഞാൻ തമ്മിൽ നല്ല ദൂരത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഈ ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ നമുക്ക് സ്കൂൾ, ട്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരും. അങ്ങനെ മുടങ്ങിപ്പോയതാണ്. അപ്പോൾ ആ പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. കടമ്മനിട്ടയുടെ കവിത പാടു ഗോകുൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ കടമ്മനിട്ടയായിട്ട് ബന്ധമുള്ള ആളാണ് ഗോകുൽ അല്ലേ? നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ കടമ്മനിട്ടയുടെ നാട്ടുകാരാണ്, നമ്മുടെ സ്വന്തമാണ് കവി. കടമ്മനിട്ടയുടെ കവിത ഒരു ദിവസം ട്രൈ ചെയ്യാം. അപ്പൊ അഭിജിത്ത് പറയുന്ന വാർത്ത വേണ്ട, നമുക്ക് പാട്ടും കവിതയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്ന് പറയണ്ട. അങ്ങനെ പറ്റില്ല. അഭിജിത്തിന്റെ വൈബ് പാട്ടാണെങ്കിലും പക്ഷേ മറ്റു പ്രേക്ഷകർ വാർത്തയില്ലെങ്കിൽ ഞങ്ങളെ ഓടിക്കും കേട്ടോ. അപ്പം കല അടുക്കള പറയുന്നു. പ്രവിത മോളെ, ചേച്ചി നിങ്ങളുടെ ഈ പരിപാടി കാണുമ്പോഴാണ് ഒത്തിരി സങ്കടം മറക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കണ്ണൂർ പൂവിന്റെ കവിളിൽ തലോടി അല്ലെങ്കിൽ നിലാവേ മായുമോ പാടണം. പ്രജനെ തിരക്കിയതായി പറയണം. ഒരു പാട്ട് പാടാം. അപ്പൊ പ്രജനെ തിരക്കിയതായിട്ട് പറയണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറയാം.